അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫർളുകളെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ പല കുട്ടികൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്നോർത്തു. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ദീനിയായ സദസ്സിനെ അല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിലും ഒന്നിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും നല്ല നെയ്യത്തോടു കൂടി തന്നെ ഈ ക്ലാസ് മുഴുവനായും പൂർണ്ണ മനസ്സോടുകൂടി കേൾക്കുക. അതുപോലെ അറിയാൻ പാടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓരോ ചെറിയ അമല് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ള ഒന്നായി നാളെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഫർള് കുളി നിർബന്ധമാക്കുന്ന സാഹചര്യങ്ങൾ പ്രധാനമായും 4 സാഹചര്യങ്ങളിലാണ് ഫർള് കുളി സ്ത്രീകൾക്ക് നിർബന്ധമാകുന്നത്. ഒന്നാമത്തത് ഹയലാണ്, രണ്ടാമത്തത് നിഫാസ് പ്രസവരക്തം പുറപ്പെടുമ്പോൾ, മൂന്നാമത്തത് ദാമ്പത്യ ബന്ധത്തിന് ശേഷം, നാലാമത്തത് സ്വപ്നസ്ഖലനമാണ്. സ്വപ്നത്തിലൂടെ സ്ഖലനം സംഭവിച്ചാലും ഫർള് കുളി നിർബന്ധമാകുന്നു. സ്ത്രീകളുടെ ഫർള് കുളി ചെയ്യുന്ന ശരിയായ രീതി ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമതായി നിയ്യത്ത് വെക്കുക എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ശുദ്ധിയാകുവാൻ ഫർള് കുളിക്കുന്നു എന്ന നെയ്യത്ത് വെക്കുക. രണ്ടാമതായിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുക. പിന്നെ മൂന്നാമതായിട്ട് കൈകൾ കഴുകുക. 2 കൈകളും നന്നായി കഴുകുക. പിന്നെ ശരീരത്തിലെ അശുദ്ധി നീക്കുക. അശുദ്ധിയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുക. പിന്നെ വുളു എടുക്കുക. നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെ വുളു ചെയ്യുക. തലയിൽ വെള്ളം ഒഴിക്കുക. മുടിയുടെ വേരുകളിൽ വരെ വെള്ളം എത്തുന്ന വിധത്തിൽ വേണം വെള്ളമൊഴിക്കാൻ. 3 പ്രാവശ്യം തലയിൽ വെള്ളമൊഴിക്കുക. ശരീരം മുഴുവനായി കഴുകുക. ആദ്യം വലതുഭാഗവും ശേഷം ഇടതുഭാഗവും നന്നായി കഴുകുക. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുടിയുടെ വേരുകളിൽ വെള്ളം എത്തണം. നെയിൽ പോളിഷ് പോലെയുള്ളവ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ചുരണ്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ വുളു ചെയ്യാൻ പാടുള്ളൂ. ശരീരത്തിൽ വെള്ളം എത്താത്ത ഭാഗം ഉണ്ടാകരുത്. ഫർള് കുളി എന്നത് വെറുമൊരു ശുദ്ധിയാക്കൽ മാത്രമല്ല, അത് ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധി കൂടിയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ശുദ്ധിയായി നിൽക്കാനുള്ള ഒരുക്കമാണ്. ഇബാദത്തിനുള്ള ആദരവാണ്. ഫർള് കുളി ചെയ്യാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: നിസ്കാരം, ഖുർആൻ സ്പർശിക്കൽ, തവാഫ്, പിന്നെ ചില ഇബാദത്തുകൾ. ഇതൊന്നും നമുക്ക് ഫർള് കുളി നേരെ ചൊവ്വേ നിർവഹിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. സ്ത്രീയുടെ വിശ്വാസ ജീവിതത്തിൽ പ്രധാനമാണ് ഫർള് കുളി. ശരിയായ രീതിയിൽ നിർവഹിക്കുന്നത് ഓരോ മുസ്ലിം സ്ത്രീയുടെയും ഉത്തരവാദിത്തമാണ്. ശരീരത്തിൻ്റെ ശുദ്ധി വെള്ളം നൽകും. ഹൃദയത്തിൻ്റെ ശുദ്ധി അള്ളാഹുവിനെ ഓർമ്മ നൽകും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഫർള് കുളിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കണം. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും. അറിയാൻ പാടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏതൊരു അമലും ചെറുതായി കാണാതെ അത് നമുക്ക് നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായി കണ്ട് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. നാളെ സ്വർഗ്ഗത്തിൽ നമ്മളെല്ലാവരെയും ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒട്ടനവധി ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വീഡിയോകളും ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പടച്ചോൻ അത് സാധിച്ചു തരട്ടെ. എല്ലാവർക്കും സൗജന്യമായി തന്നെ മയ്യത്ത് പരിപാലനത്തിൻ്റെ ക്ലാസ് എടുത്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്.